ഹായ് ഗൈസ്, വെൽക്കം, വണക്കം. കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം ഒരു ഐതിഹ്യപരമായിട്ട് വളരെയധികം വ്യത്യസ്തമായ ഒരു ആചാരം അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ ക്ഷേത്രാചാരമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർഷങ്ങളായിട്ട് അഥവാ കുറേ കാലമായി അതിൻ്റെ ചരിത്രം തന്നെ പറയുന്നത് വെച്ചാൽ പണ്ട് ഒരു തൊട്ടടുത്തൊരു ഭൂതക്കുളത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു കുട്ടികൾ കുറച്ച് ഒരു നാളികേരം കിട്ടുന്നു, അത് അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ഇതിൻ്റെ കല്ലിൽ നിന്നോ എന്തോ ഒരു ഇത് വരുന്നു, ചോര വരുന്നു. അങ്ങനെ ആ ഒരു സംഭവം ദേവപ്രശ്നം വയ്ക്കുകയും പിന്നെ അമ്പലം പണിയുകയും പിന്നെ ബാലന്മാരും ബാലികന്മാർ അഥവാ ബാലന്മാരെ ബാലികാവേഷത്തിൽ, ദേവീക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ബാലന്മാരെ എന്താണ് ബാലികാവേഷത്തിൽ അഥവാ പുരുഷന്മാരെ പെൺവേഷത്തിൽ അടക്കം ചെയ്ത് എന്താണ് ഒരു വിളക്കെടുപ്പിക്കുന്ന ഒരു സംഭവം, ചമയ വിളക്ക് എടുക്കുന്ന ഒരു സംഭവം കാലങ്ങളായി നടന്നു വരുന്നതാണ്. അത് ഭയങ്കര വിശേഷമായിട്ടുള്ളൊരു പൂജയും ആചാരമാണ്. കഴിഞ്ഞ ദിവസം ജാസി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയ്ക്കകത്ത് നമ്മൾ വളരെയധികം അറിയുന്ന ജാസി, അപ്പം ജാസി എന്താ പറയുക, ജാസി ഇപ്പോൾ നിലവിൽ ഒരു സ്ത്രീയായി മാറുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ജീവിക്കുകയാണ്. അത് നന്നായി വളരെയധികം സജീവമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ഒരാളാണ്. അദ്ദേഹവും ഈ ചമയവിളക്കെടുക്കുന്ന സമയത്ത് ആ അമ്പലത്തിലേക്ക് പോവുകയും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദവും വന്നിട്ടുണ്ട്. ഇതിനകത്ത് ജാസി എന്ന് പറയുന്ന ജാസി എന്തെങ്കിലും തെറ്റ് ചെയ്തോ അതോ അമ്പലക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, തെറ്റ് അവിടെ ആരുടെ ഭാഗത്താണ് എന്നുള്ള കാര്യം മൊത്തത്തിലൊരു അവലോകനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചില കാര്യങ്ങളൊക്കെ വെറും അനാവശ്യമായിരുന്നു എന്ന് ഇതിനകത്ത് പറയേണ്ടി വരും. എന്താണെങ്കിലും നമുക്ക് ആദ്യം ആ ജാസിയുടെ ആ വീഡിയോ കാണാം, എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പേര് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നത് കാണാം. ബാക്കി നമുക്ക് വഴിയെ സംസാരിക്കാം. ഇവിടെ ഒരുമാതിരി മറ്റേ അടിമ ഉടമ സെറ്റപ്പ് പോലെ തന്നെ അമ്പലമാണ്. അതിനകത്ത് അവർ എന്തായാലും വേഷം കെട്ടി നിൽക്കുന്നുണ്ട്, വിളക്കെടുക്കുന്നുണ്ട്, വിളക്കെവിടെ എന്നുള്ള രീതിയിലേക്ക് ഒരു ധിക്കാര സ്വരത്തിൻ്റെ അകത്തൊക്കെ ചോദിക്കേണ്ട കാര്യം ഒരു അമ്പലത്തിൻ്റെ അകത്ത് ഉള്ള ആൾക്കാർക്ക് ചേർന്ന പരിപാടിയാണെന്ന് അറിയത്തില്ല. ഇത് അമ്പലത്തിൻ്റെ നേരിട്ടുള്ള നടത്തിപ്പുകാരോ അല്ലെങ്കിൽ അതിൻ്റെ ഭരണസമിതിയിലുള്ള ആൾക്കാരാവണമെന്നില്ല, ആരോ ആയിക്കോട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം അങ്ങനെ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിനെ കുറിച്ച് മനസ്സിലാവുന്നില്ല. അവരിപ്പോൾ എന്തായിരുന്നാലും ചിലപ്പോൾ അവരുടെ ഫേസ് വെച്ച് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് വിളക്കെവിടെ എത്ര ആയിരിക്കും ആ ഒരു ചോദ്യം ഒഴിവാക്കേണ്ടതായിരുന്നു. വിളക്കെടുക്കാൻ വന്ന ആള് അവിടെ വിളക്കെടുക്കാൻ വന്ന ആള് ഞാൻ ഒരുങ്ങിട്ട് ഞാൻ വിളക്കെടുക്കാൻ വന്ന ആള് റോഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ പകതിനെ തൊഴാൻ വേണ്ടി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആണുങ്ങളാണ് പെൺവേഷം കിട്ടുന്നത്. മനസ്സിലാവുന്നത് ആണുങ്ങൾ പെൺവേഷം കെട്ടി ചമയ വിളക്കെടുക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ജാസി ഓൾറെഡി അവരുടെ പുരുഷത്വം അഥവാ ആൺ എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് മാറി അവരുടെ ജെൻഡർ തന്നെ മാറി അടുത്ത് സ്ത്രീയായിട്ട് മാറാനുള്ള ട്രീറ്റ്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ആ ഒരു തരത്തിലേക്ക് പോയൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരിപ്പോൾ നിലവിൽ ആണല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ചമയ വിളക്കെടുക്കുന്ന ഒരു കാര്യം നടക്കുന്ന കാര്യവുമല്ല. ആണ് പെൺവേഷം കിട്ടുന്നതല്ല. അവർ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് നടത്തിയ ഒരു സ്ത്രീയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീ തന്നെയാണ് ഇപ്പോൾ ജാസി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്, നിലവിലൊരു സ്ത്രീ തന്നെയാണ്. അപ്പം ആ ഒരു കാര്യം അവർ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും ചോദിക്കുക എന്നുള്ള കാര്യം. പക്ഷേ ആ ചോദിക്കുന്ന രീതിയും പ്രവൃത്തിയും ഒക്കെ ആണെങ്കിൽ തടഞ്ഞു നിർത്തിയിട്ട് ഒരാളെടുത്ത് കയ്യേറ്റം ചെയ്യുന്നത് പോലത്തെ ഒരു പരിപാടി പോലെ ആയിപ്പോയി, വളരെ മോശമായിപ്പോയി. എന്നിട്ട് അവർ പറയുന്നുണ്ട്, വളരെ മാന്യമായി സംസാരിക്കുന്നുണ്ട്, ഇത് ഞാനല്ല വിളക്കെടുക്കുന്നത്, എൻ്റെ കൂടെ വിളക്കെടുക്കാൻ ആൾ വന്നിട്ടുണ്ട്, ആൾ പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. ഒരു അമ്പലമാകുമ്പോഴേക്കും എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും അവിടെ പങ്കെടുക്കാം. ഈ ചമയ വിളക്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവർക്ക് മാത്രം ഈ വേഷം ധരിച്ചുകൊണ്ട് ആണുങ്ങൾക്ക് പെൺവേഷം ധരിച്ചുകൊണ്ട് പോയാൽ മതി. ബാക്കിയുള്ളവർക്കൊക്കെ അമ്പലത്തിൽ തൊഴുന്നതിനോ ദേവിയെ കാണുന്നതിനോ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ ഈ ആരാധനയുമായിട്ട് പങ്കെടുക്കുന്നതിനൊന്നും ഒരു തടസ്സമുണ്ടായിട്ട് എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. പക്ഷെ ഇത് വളരെയധികം എന്താ പറയുക, നിരുത്തരവാദിത്തപരമായി പോയി എന്നുള്ളതാണ്. നിങ്ങളെ വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുക്കും. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ്, അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റും. അവർ വ്യക്തമായി പറഞ്ഞു, ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ വ്യക്തിയാണ്, ഞാൻ നിലവിൽ പുരുഷനല്ല. ഇതൊരു കഷ്ടമാണ് ഇത്. അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരുന്നത്
ആ ഒരു സംഭവം ഞാനിപ്പോൾ പുരുഷനല്ല, ഞാനിപ്പോൾ സ്ത്രീയാണ്, ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ആണും പെണ്ണും മാത്രമല്ല. നമുക്കിപ്പം എന്താ പറയുക, ഒരാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ആ ഒരു സാധനം ഇച്ചിരി കൂടെ വളരെ വലിയൊരു കാര്യമാണ്, ഒരു വലിയൊരു മേഖല. നമുക്ക് അതിനെക്കുറിച്ച് ഒത്തിരി സംസാരിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഒരാളുടെ ലിംഗപരമായിട്ടുള്ള കാര്യങ്ങളുടെ അകത്ത് മറ്റേ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് പലർക്കും പല തരത്തിലേക്കുള്ള അവരുടെ ഒരു ശാരീരികമായിട്ട് ഹോർമോണലായിട്ടുള്ള പല കാര്യങ്ങളുകൊണ്ടും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അത് അവരുടേതായിട്ടുള്ള ഇതാണ്. അപ്പോൾ അവർ ആ ഒരു തരത്തിലേക്കൊക്കെ മാറാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ സ്ത്രൈണമായിട്ടുള്ള കാര്യങ്ങളായ അവർ സ്ത്രീയായിട്ട് തന്നെ മാറാൻ വേണ്ടി ശ്രമിച്ചു, പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, അതിന് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് വ്യക്തമായി പറയുന്നു. ചമയോളക്കെടുക്കുന്നത് ആണുങ്ങൾ പെൺവേഷം കെട്ടിയിട്ടാണ്. ഇപ്പം ജാസി ശരിക്കും ഒരു പുരുഷനല്ല. അത് ജാസി തന്നെ അവിടെ പറയുന്നു, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്ന ഒരാളാണ് എന്നവിടെ പറയുന്നുണ്ട്. സ്ത്രീയായി മാറിയ വ്യക്തിയാണ്. കോമൺ ആയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരുങ്ങി നിന്നൂടാ അത്രേ, എന്തുവാടേ ഇത്. അവിടെ ഒരുങ്ങിക്കൊണ്ടുള്ള ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു പുള്ളിക്കാരത്തി അവിടെ വരുന്നു വിചാരിക്കുക, ഒരു നടി വരികയാണെന്ന് വിചാരിക്കുക, നല്ല രീതിയിൽ ഒരുങ്ങി വന്നുകൂടാന്ന് പറയാൻ പറ്റുമോ? അവർ ഓൾറെഡി പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ആയിട്ട് അവർ സ്ത്രീ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, സ്ത്രീയാണ് നിലവിൽ. അപ്പോൾ പിന്നെ അവർ ഒരുങ്ങിയതുമായിട്ട് ബന്ധപ്പെടുത്തി എന്തോ സംസാരിക്കുന്നത്. നോർമലി എവിടെ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ നമുക്ക് സന്തോഷമാണ്, വളരെ വളരെ നല്ല കാര്യം. പക്ഷേ പബ്ലിക്കിൽ നിങ്ങൾ വിളക്കുമായിട്ട് വരുന്ന ആളാണ്, മനസ്സിലായോ? അതൊരു ഐതിഹ്യത്തിന് വളരെ മോശമാണ്. അപ്പോൾ ഐതിഹ്യത്തിനൊക്കെ മോശമാണ് ഇങ്ങനെയൊക്കെ ചെയ്താലെന്നാണ് അവർ പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ദയാഗായത്രി അവരെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും അത് കേട്ടു നോക്കാം. കണ്ടല്ലോ, ചരിത്ര പ്രസിദ്ധമായ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ തൊഴാൻ വന്നിട്ടുള്ള ജാസിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ ഈ വീഡിയോ കണ്ടത്. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതുമായി കൂട്ടിച്ചേർത്ത് പറയണം തോന്നി. അതിനകത്ത് ഒരാൾ പറയുന്നുണ്ട് ഒരുങ്ങി വന്നോടാണ്, പിന്നെന്താ തുണിയിലാണ്. അപ്പൊ പറയുന്നുണ്ട് അവിടുന്ന് ഒരു ലേഡി ഇങ്ങനെ പറയുന്ന കേൾക്കാം, ഇവർ അങ്ങനെ വിളക്കെടുക്കാൻ വേണ്ടി വന്നതല്ല, അവർ ട്രാൻസ്ഫോമൺ ആയിട്ടുള്ള സ്ത്രീയാണ്, ഒരു ട്രീറ്റ്മെന്റ്സ് ഒക്കെ തുടങ്ങിയ സ്ത്രീയാണ്, അവർക്ക് വരാം, അവർ വിളക്കെടുക്കാൻ പറ്റില്ല. അപ്പൊ ജാസി ഭയങ്കര പൊളൈറ്റ് ആയിട്ടാണ് എല്ലാവരും ബിഹേവ് ചെയ്യുന്നത്, ഭയങ്കര സത്യസന്ധത കാണിക്കാൻ വേണ്ടിയിട്ട്. സത്യമാണ്, ആ ട്രാൻസ് വിമൻ ആണെന്ന് അവർ പറയുന്നുണ്ട്. അവർ വിമനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ട്രീറ്റ്മെൻറ്റിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബട്ട് എന്നാലും അവിടുത്തെ ആചാരമാണ് ഒരുങ്ങി വന്നതാണ് പ്രശ്നം. എന്തുവാടേ സത്യം പറഞ്ഞാൽ ട്രാൻസ്ഫോൺ ആയിട്ടുള്ള ഈ ഓപ്പറേഷൻസും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റില്ല, പുരുഷാങ്കരന്മാരാണ് അവിടെ വിളക്കെടുക്കേണ്ടതാണ് ആയിരിക്കും. സ്ത്രീകളോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമൻസ് വിളക്കെടുക്കുക എന്നുള്ളതല്ല, പുരുഷന്മാരായിട്ടുള്ള ആളുകൾ സ്ത്രീവേഷം ധരിച്ച് വിളക്കെടുക്കുക എന്നുള്ളതാണ് ആ ഒരു അമ്പലത്തിന്റെ തന്നെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. പക്ഷേ യെസ്, അതാണ് സത്യം. അതായത് പുരുഷന്മാരാണ് സ്ത്രീവേഷം കെട്ടിയിട്ട് അവിടുത്തെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരത്തിൽ പങ്കെടുക്കുക, ചമയ വിളക്കെടുക്കുക എന്നുള്ള കാര്യം. അല്ലാതെ ഒരു കാരണവശാലും ഒരു ട്രാൻസ് വിമൺ അഥവാ ഒരു പുരുഷനായിരുന്ന അതിനുശേഷം അവരുടെ സെക്ഷുവാലിറ്റി ചേഞ്ചായി മനസ്സിലാവുന്നുണ്ട്. അപ്പം മാറി അവരൊരു സ്ത്രീ ആയിട്ട് തന്നെ ട്രാൻസ് വിമണായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡിയെ അങ്ങനെ കൊണ്ടുപോയിട്ട് മാറ്റം വരുത്തി ഇങ്ങനെ വിളക്കെടുപ്പിക്കുന്ന പരിപാടി നടക്കത്തില്ല. ട്രാൻസ്ഫോമനായിട്ട് ആളുകൾക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ലെന്നോ തൊഴാൻ പാടില്ലെന്നൊന്നുമില്ല. പിന്നെ അവിടെ കൃത്യമായിട്ട് വിളക്കെടുക്കാൻ വരുന്ന ആളുകൾക്ക് അമ്പല കമ്മിറ്റിയുടെ വക ഒരു കൂപ്പൺ, ഒരു യെല്ലോ അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അത് ഇവിടെ ബ്ലൗസിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ ഒട്ടിച്ച് വെച്ചിട്ട് വേണം അവർ വിളക്കെടുക്കാനായിട്ട് ഉള്ളത്. അപ്പം ട്രാൻസ്ഫോമനായിട്ട് ആൾ അമ്പലത്തിൽ കയറി ചെന്നപ്പോൾ അവിടുത്തെ കുറച്ച് സദാചാരക്കാരുടെ ഒരു പെരുമാറ്റ രീതിയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. ഒരുങ്ങി വരാൻ പാടില്ല, ഞങ്ങളുടെ നാടിന് അത് ദോഷമാണ് കണ്ടിരുന്നത്, ഞങ്ങളുടെ നാടിന് അത് ദോഷമാണ്. അതുപോലെ എന്താ വിളക്കെടുക്കാൻ വന്നല്ലെന്ന് പറയുമ്പോൾ വിളക്കെടുക്കണമെങ്കിൽ വിളക്ക് വേണമെന്ന്, തൊഴാൻ പറഞ്ഞെങ്കിൽ തൊഴാൻ ആണെങ്കിലും വിളക്ക് വേണം എന്നൊക്കെയാണ്. ഇത് ആക്ച്വലി ഇവർ ഈ പറയുന്നതിന് നമ്മളിപ്പം ഇതെന്താ ഇവരിങ്ങനെ സംസാരിക്കുന്നത്, ക്ഷേത്രത്തിൻ്റെ ആചാരമല്ലേ, ഇതൊക്കെ പറയാം ഇവരാരാ എന്നൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ ആരെങ്കിലും ശ്രമിച്ചു തരാം അന്ധമായ ചിന്താഗതി വെച്ചിട്ട്. ഞാനൊരു കാര്യം പറയാം. പണ്ട് ക്ഷേത്രങ്ങളുടെ അകത്ത് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൻ്റെ അകത്ത് അധസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് അമ്പലത്തിലേക്ക് പ്രവേശനമില്ലായിരുന്നു, അറിയാമല്ലോ. പല കാര്യങ്ങളും പരിവർത്തനത്തിലൂടെ മാറി വന്നതാണ്. ഇവിടെ പരിവർത്തനത്തിൻ്റെ ഒരു ആവശ്യമോ പരിവർത്തനം വേണമെന്നുള്ള കാര്യമേ ഇല്ല. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി എന്ന് പറയുന്ന വ്യക്തി ഒരു ട്രാൻസ് വിമണാണ്. ആ വിമണായിട്ടുള്ള ആ ഒരു സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ പിന്നെ മറ്റൊരു തരത്തിലേക്ക് ഇനി ഇപ്പോൾ ചമ്മകൾ എടുക്കേണ്ട കാര്യം ഇല്ല. അവിടെ പുരുഷന്മാരാണ് ആണുങ്ങളാണ് പെൺവേഷം കെട്ടിക്കൊണ്ട് വേഷപ്രച്ഛന്നരായ അഥവാ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിക്കൊണ്ട് അവിടെ ഈ സംഭവം ചെയ്യുന്നു. ജാസി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അതാണ് അവർ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അണ്ണന്മാർക്ക് അത് മനസ്സിലായിട്ടില്ല. അവർക്ക് നാട് നശിക്കും, മോശം വരും എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരു
മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അല്ലെങ്കിൽ ജാസിനെ പബ്ലിക് ഫിഗർ ആണ്, എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ജാസിയുടെ കാസ്റ്റ് വെച്ചിട്ട് ഇവർ ഇസ്ലാമോഫോബിയ കാണിച്ചതാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാരണം കൊണ്ടാണോ അവർ റിയാക്ട് ചെയ്തത് എന്നുള്ളതും മറ്റ് പരിഗണിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. അതെ 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 അമൃതദേവി 20 വർഷങ്ങളായിട്ട് കുട്ടികളെ കൊണ്ട് വിളക്കെടുക്കുന്ന ഒരാളാണ്. അതുപോലെ ഒരുപാട് ആളുകൾ സിസ്റ്റം ആയിട്ടുള്ള സമൂഹത്തിൽ പെടുന്ന ഒരുപാട് ആളുകൾ വിളക്കെടുക്കാനൊക്കെ വരാറുണ്ട്. ട്രാൻസിലും ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള എത്രയോ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഒരു ഡാൻസേഴ്സ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരൊക്കെ അവർ സർജറി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ സർജറി ഒന്നും ചെയ്യാത്ത ഒരു പുരുഷനെ കൊണ്ട് വിളക്കെടുപ്പിക്കുന്ന നേർച്ച വെച്ച് വിളക്കെടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ എസ്കോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാർ. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ കൊറ്റമംഗലം ദേവിയുടെ ഭയങ്കര വിശ്വാസമുള്ള ഒരു ഭക്തിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അമ്പലത്തിൻ്റെ പ്രശസ്തി വളരെ വലുതാണ്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഈ ഒരു വിവാദം അനവസരത്തിലായിപ്പോയി. ഇത് ഒരു ശരിക്കും ഒഴിവാക്കേണ്ട കാര്യമായിരുന്നു. ചിലപ്പോൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യം ആ ഒരു അമ്പലത്തിന് ചിലപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ചെറിയൊരു മോശപ്പേരുണ്ടാക്കി കൊടുത്തേക്കാം. മോശപ്പേരുന്നുണ്ടാകുന്ന കാര്യമല്ല ഇവിടുത്തെ വിഷയം. അവിടെ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ജാസി അവിടെ വന്നത് മറ്റൊരാളുടെ വിളക്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ വന്നതാണ്. കൂടെ വന്ന വ്യക്തിക്ക് വിളക്കെടുക്കാൻ വേണ്ടി കൂടെ വന്നു, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് വന്നു. ഇപ്പോൾ ഇവർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഒരു മുസ്ലിം ആയതുകൊണ്ടാണോ, അത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംഭവം ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഇതുമായി ഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരിടത്തും എങ്ങും കേട്ടതല്ല, ഇല്ല, ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു മതപരമായ ഒരു വിവേചനം ആ ഒരു അമ്പലത്തിൽ കാണിച്ചു എന്നുള്ള കാര്യമൊന്നും ഞാൻ എങ്ങും കേട്ടിട്ടില്ല. ഇനി അതാണോ ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിവാദം ഉണ്ടാക്കിയവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. നമുക്കതിനകത്ത് കയറി കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊരു വലിയ വിഷയമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സംഭവത്തിൽ തന്നെ ബാധിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അവരങ്ങനെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ നമ്മളത് പറയുന്നത് തെറ്റാണ്. മറിച്ച് ഒരു തീരെ മോശമായ രീതിയിൽ ആ ഒരു ജാസിയോട് പെരുമാറി എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും ഇല്ല. ഓർമ്മയിൽ ഞാൻ ഒരു വട്ടമാണ് കുത്തുവിളക്ക് എടുത്തിട്ടുള്ളൂ. ആ കുത്തുവിളക്ക് എടുത്തതിന്റെ പിറ്റത്തെ വർഷം എന്റെ സർജറി നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടായിരുന്നു ഞാൻ വിളക്കെടുത്തത്. 2017 മാർച്ചിലായിരുന്നു ഞാൻ വിളക്കെടുത്തത്. അതുപോലെ 2018 ഫെബ്രുവരിയിൽ എന്റെ സർജറി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ വിളക്കെടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് തൊഴാൻ പോകുന്നത് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് ഉണ്ടായ ഒരു മോശം അനുഭവം എന്ന് പറയുന്നത്, ഞാൻ അമ്പലത്തിലെ സർജറിക്ക് ശേഷം തൊഴാൻ പോയപ്പോൾ എന്റെ മേത്തി കയറിയ ആളുകൾ പിടിച്ചു. അത് പലതരം മനുഷ്യരുണ്ട്. ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ശരി, സിസ്ജെൻഡർ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ പലതരം മനുഷ്യരുണ്ട്. അത് കൊലപാതകങ്ങളും പിടിച്ചുപറിക്കാരും ഇത്തരത്തിൽ മേത്തുകൾ പിടിക്കുന്ന ആൾക്കാരും പലതരം മനുഷ്യരുണ്ട്. അത്തരം താല്പര്യമുള്ള ആളുകൾ തമ്മിൽ എന്തോ ആവുന്നത് പോലെയല്ല. ഇത്തരം വിഷയങ്ങളുടെ താല്പര്യമില്ലാതെ അമ്പലത്തിൽ ദേവിനെ തൊഴാനായിട്ട് പോയാൽ എന്റെ ദേഹത്ത് കയറി പിടിച്ചു. കുറച്ച് പേര് വട്ടം കൂടി നിന്നു, നമ്പർ ചോദിച്ചിട്ടും. അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പം ജാസിയുടെ കാര്യത്തിനകത്ത് തന്നെ ജാസി അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന സമയത്തൊക്കെ അവരുടെ ദേഹത്തേക്ക് അറിയാത്തതുപോലെയൊക്കെ തട്ടുന്ന ആൾക്കാരൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ചില ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ഹരവും ഒരു സുഖമൊക്കെയാണ്, ഒരു കൗതുകവും. എന്തെങ്കിലും തട്ടിയാൽ എന്ത് കിട്ടുമെന്ന് അറിയത്തില്ല. തട്ടിയാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും റോക്കറ്റ് വിക്ഷേപണം നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് മാത്രം നടക്കുന്ന ആ ഒരു സാഹചര്യത്തിന് മനസ്സിലാക്കാനേ പറ്റുന്നില്ല അത് എന്ത് തരം ബിജറമ്പിക്കലാണെന്ന്. അതാണ് അവർക്ക് എന്താണ് ഈ ദയാഗായത്രിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിനെ കുറിച്ചും പറയുന്നത്. അവർ പറഞ്ഞു കേട്ടില്ലേ, അവരൊരു തവണ വിളക്കെടുത്തിട്ടുണ്ട്, അത് ആണായിരുന്ന സമയത്ത് വിളക്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം അവരുടെ സർജറി കഴിഞ്ഞ് അവർ സ്ത്രീ എന്നുള്ള ലെവലിലേക്ക് മാറിയതിന് ശേഷം അവർ വിളക്കെടുത്തിട്ടില്ല. ഓക്കെ, വളരെ മോശമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഉത്സവ സമയങ്ങൾ അവിടെ തൊഴാൻ പോകാത്തത്. എനിക്ക് ഉത്സവങ്ങളും അല്ലെങ്കിൽ പൂരപ്പറമ്പും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ കൊറ്റത്തമ്പലത്തിൽ പോയിട്ട് എനിക്ക് 2 വട്ടം എൻ്റെ ആഫ്റ്റർ മൈ സർജറി ഞാൻ 2 വട്ടം അവിടെ തൊഴാൻ പോയപ്പോഴും എനിക്ക് ഇത്ര മോശം അനുഭവമാണ് ഉണ്ടായിരുന്നു. ഇത്രയും സദാചാരം പറയുന്ന ആളുകൾ, ഇപ്പോൾ ജാസി അവിടെ തൊഴാനായിട്ട് വന്ന സമയത്ത് ഇത്തരം രീതിയിൽ പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മനുഷ്യരുടെ മേലത്ത് കയറി പിടിക്കുന്ന, അല്ലെങ്കിൽ അമ്പലം പോലെ അല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ള പരിശുദ്ധമായ സ്ഥലത്ത് തൊഴാൻ വരുന്ന ഒരു ഭക്തരുടെ അടുത്ത് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകൾക്ക് റിയാക്ട് എന്തുകൊണ്ടാണ്, സംസാരിക്കാത്തതാണ്? ഞാൻ അമ്പലം കണ്ടിട്ടില്ല. അത് നാട് ദോഷമേ. ആക്ച്വലി വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിന് കളങ്കം വരുത്തുന്ന ഇത്തരക്കാരെ സത്യം പറഞ്ഞാൽ അമ്പല കമ്മിറ്റി തന്നെയാണ് അത് നിയന്ത്രിക്കേണ്ടത്. കാരണം ഇതുപോലുള്ള ആൾക്കാർ, അഥവാ ഇതുപോലുള്ള മീൻസ് ആരെ ഈ തരത്തിൽ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടാൻ ഇങ്ങനെയുള്ള ആൾക്കാർ കാരണം മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടത് തീർച്ചയായിട്ടും അമ്പല കമ്മിറ്റിക്കാർ കർക്കശമായൊരു നിയന്ത്രണം അതിൽ കൊണ്ടുവന്നുണ്ടാവണം. വരണവനും പോണവനും എല്ലാം അമ്പലത്തിൻ്റെ ആളാണെന്നുള്ള രീതിയിലേക്ക്, അവിടെ വരുന്നവരെല്ലാവരെയും കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക്, അവർ പറയുന്നത് പോലെ തന്നെ ഇവർ കേൾക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു കാര്യം അതത്ര നല്ല നടപടിയായിട്ടോ നല്ലൊരു പരിപാടിയായിട്ടോ ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൻ്റെ അത് സത്യം പറഞ്ഞ് ഗൗരവപരമായിട്ട് ഇതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും ഇങ്ങനെ സംഭവിക്കാതിരിക്കുക. അവിടെ വരുന്ന എല്ലാ ഭക്തർക്കും, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അവർക്ക് മറ്റൊരു ദുരനുഭവം ഉണ്ടാവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത് അമ്പലത്തിൻ്റെ ഭാരവാഹികളുടെ ചുമതലയാണ്. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് വളരെ പെട്ടെന്ന് തന്നെ അവരൊരു ധാരണയിലേക്കൊക്കെ എത്തുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ വളരെ മോശമാണ്. ഇവരുടെ അനുഭവങ്ങൾ പറയുമ്പോഴേക്കും അത് വളരെ ഗുരുതരമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്കും ഉണ്ടായിട്ടുണ്ട്.
ഞാൻ ഇതേ വരെ കൊറ്റംകുളങ്ങര അമ്പലത്തിലെ ഉത്സവത്തിന് ഇതേവരെ പോയിട്ടില്ല. അല്ലാതെ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ നെഞ്ചമ്പള കൂടാണെങ്കിൽ ശരി. പണ്ട് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ടു കൊല്ലം വഴി ട്രിവാൻഡ്രം ടു എറണാകുളം വരെയാണ് കാറില വരുന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചു തന്നെ വരുള്ളൂ. അപ്പം അത്രയും വിശ്വാസമുള്ള ഒരു ഇടം തന്നെയാണ്. പക്ഷേ ഉത്സവത്തിന് ഞാൻ പോയിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഉത്സവത്തിന് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളെ അടുത്ത് പലരും കാണിക്കുന്ന അപ്രോച്ചസ് അത് ഭയങ്കര വിയാർഡാണ്. അപ്പൊ അത് കാരണം എനിക്ക് ഒന്നാമത് എനിക്ക് ക്രൗഡ് അതൊക്കെ ഭയങ്കര ഇഷ്ടമില്ലാത്ത സ്പേസ് ആണ്. ഇങ്ങനെ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളൊക്കെ കുറെ നേരം ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ഞാനൊരു കാര്യം പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ ആണ് പെണ്ണ് എന്നുള്ളതിനപ്പുറം ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ ഒരു ഈ ഭൂമിയിൽ നമ്മുടെ മനുഷ്യരുടെ ഭാഗങ്ങൾ തന്നെയാണ്. അല്ലാതെ അവർ വേറെ പ്രത്യേകിച്ച് മറ്റേ ഏലിയൻസ് ഒന്നുമല്ല, വേറെ ലോകത്ത് നിന്ന് മറ്റൊരു എവിടെ നിന്നെങ്കിലും കെട്ടിയിറക്കപ്പെട്ട ആൾക്കാരൊന്നുമല്ല. നമുക്കിടയിൽ തന്നെ നമ്മളുള്ള ആൾ തന്നെയാണ്. അത് നമ്മളിൽപ്പെട്ട നമ്മുടെ ചോരയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണത്. അതിന് പല കാരണങ്ങളുണ്ട് അവരങ്ങനെ അതിലേക്ക് എത്തുന്നതിന്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ള സാഹചര്യമല്ല. അതുകൊണ്ട് ഇവരെ ഒരു വളരെ മോശമായി കാണുന്ന ഒരു തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ തന്നെ വളരെ മോശമായ രീതി അതിനകത്ത് വളരെ ഇപ്പം ദയാകാര്യത്തിൽ പറഞ്ഞു. കാരണം എല്ലാത്തിനകത്തും വൃത്തികെട്ട അല്ലെങ്കിൽ മോശം സ്വഭാവമുള്ള ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അകത്തും അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാകും. എനിക്കൊരിക്കൽ കന്യാകുമാരിയിൽ പോയ സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനും എൻ്റെ ഫാമിലിയായിട്ട് കന്യാകുമാരിയിൽ പോയ സമയത്ത് ഇതുപോലൊരു ട്രാൻസ്ജെൻഡർ എൻ്റെ അടുത്ത് വന്നു. ഓക്കെ, ഞാൻ അറിയാതെ അദ്ദേഹത്തിന് ചേട്ടാന്ന് വിളിച്ചു. ഞാൻ ചേട്ടാന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പം നമ്മൾ ഈ പറഞ്ഞാണെങ്കിൽ ഈ ചമയവിളക്കിൻ്റെ കഥ പറഞ്ഞ പോലെയാണ്. ആ പുള്ളിയെ എനിക്ക് കണ്ടിട്ട് പെണ്ണായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ ഇങ്ങനെ അത് ആ പെൺവേഷം കെട്ടിപ്പോലെ നിൽക്കുന്നുണ്ട്. ഞാൻ ചേട്ടാ എൻ്റെ വേറെ പൈസയൊന്നുമില്ല എന്ന് ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. പൈസ ചോദിച്ചു വന്നതാ, എൻ്റെ അത്രയും പൈസ ഇല്ല. അങ്ങനെ ഞാൻ ആദ്യം 10-20 രൂപ കൊടുത്തു. അത് പോരാ, 100 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ പൈസ ഇല്ല, വേറെ പൈസ ഇല്ല എന്ന് പറഞ്ഞു. കാരണം എനിക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി. എൻ്റെ കുഞ്ഞു എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ചേട്ടാന്ന് വിളിക്കുന്നോടാ, എന്നെ കണ്ടിട്ട് നിനക്ക് ചേട്ടനാണ് അവിടെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ട്. ഒരുമാതിരി ഒരു രീതിയിൽ ഒരുമാതിരി ഉടനെ പുള്ളിക്കാരനൊരു രൂപം മാറുന്നു, ഭാവം മാറുന്നു. ഉടനെ തന്നെ ഞാൻ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 100-150 രൂപ എന്തോ എടുത്ത് ഞാൻ കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് മാറി. അവിടെ നിന്ന് ഒരാൾ പറഞ്ഞത് കൊടുത്തിട്ട് നീ അവിടെ പൊക്കോ, ശരിയാവത്തില്ല എന്ന്. മനസ്സിലായില്ലേ? നമ്മളൊരുമാതിരി ഭയപ്പെടുത്തി, അല്ലെങ്കിൽ അവരെ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? അവരുടെ ദേഹത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തൊടാൻ പോലും പറ്റത്തില്ല, അവരൊന്നും പറയാൻ വേണ്ടിയിട്ട് പോലും പറ്റത്തില്ല. പിന്നെ സംഭവം വേറെ ലെവലിലേക്ക് മാറും. അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ട്. ഓക്കെ, അത് ഈ പറഞ്ഞ കണക്കിന് ഇപ്പം ഈ ദയാകാര്യത്തിനെ പോലെ അവർ തന്നെ പറയുന്നുണ്ട്. ഇതിനകത്ത് എല്ലാത്തിലും പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, മനുഷ്യന്മാർക്കിടയിൽ തന്നെ അതെല്ലാം. പക്ഷേ ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് പോയ സമയത്ത് ആ അമ്പലത്തിൻ്റെ അകത്ത് ഈ ജാസിക്ക് നേരിടേണ്ടത് വളരെ മോശമായിട്ടുള്ള അനുഭവം ആയിപ്പോയി. സത്യം ഞാൻ പോകാത്തത്. പക്ഷെ അങ്ങനെ അവിടെ വന്നിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ സദാചാര ബോധം തന്നെയാണ് എന്ന് ഉന്നയിച്ചുകൊള്ളുന്നു. കാരണം ഓക്കെ, അപ്പം ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം ഇത് ശരിക്കും മോശമായി പോയി എന്നുള്ളത് തന്നെയാണ് പറയാൻ, വേറെ ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. വിളക്കവിടെ എന്നുള്ള രീതിയിലേക്കുള്ള ചോദ്യങ്ങളും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. വിളക്കെടുക്കേണ്ടവർ വിളക്ക് വന്നെടുക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ രസീതുകളുണ്ടാവും, അതിന് ചിട്ടവട്ടങ്ങളുണ്ടാവും. അതിനനുസരിച്ച് വന്നവർ അതെടുക്കും. അല്ലാതെ ആ ഒരു പുള്ളിക്കാരത്തി അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കിൽ നിർത്തുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞൊരു സദാചാര ബോധത്തിൻ്റെ അപ്പുറം അതൊരു അപരിഷ്കൃതമായ ഒരു ബോധമാണ്. പരിഷ്കൃത സമൂഹത്തിന് ചേർന്നൊരു പരിപാടിയല്ല. അതിന് സദാചാരമൊന്നും അല്ല പറയേണ്ടത്. അത് എന്താണ്, പരിഷ്കാരമില്ല. അതായത് പരിഷ്കൃത സമൂഹമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പണ്ടത്തെ കാലഘട്ടത്തിൻ്റെ ചിന്താഗതിയാണ്, സംശയമൊന്നുമില്ല. സോ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? താഴെ കമന്റ് ബോക്സിൽ എവിടുത്തെ അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.